എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ, വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാം. മീൻകറിയോടൊപ്പവും ചിക്കൻ കറിയോടൊപ്പം ഒക്കെ നല്ല പെർഫെക്റ്റ് കോംബോ ആയിട്ടുള്ള അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൽത്തപ്പമാണ് ഇന്നത്തെ നമ്മുടെ താരം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഏതരിയുടെ ചോറാണോ ഉപയോഗിക്കുന്നത് അതോ ചേർത്ത് കൊടുക്കാം. ഇന്ന അരിയെന്നൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായി കഴുകിയതിനു ശേഷം ഏകദേശം 4 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ്. നമുക്ക് പച്ചരിയും കൂടെ നമ്മുടെ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് ചെറിയുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരയ്ക്കാനായിട്ട് 1.5 ഗ്ലാസ് അളവിൽ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ അരി 1.5 ഗ്ലാസ് തന്നെയായിരുന്നു എടുത്തിരുന്നത്. തേങ്ങാപ്പാലും അതേ അളവിൽ തന്നെയാണ് എടുക്കുന്നത്. ഇനി നമ്മൾ എടുക്കുന്ന അരിക്കൊക്കെ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുവേ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം ഒന്ന് നല്ല രീതിക്ക് അരച്ചെടുക്കണം. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് 5 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 5 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. ഇനി നമുക്ക് കൽത്തപ്പം തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ, മറ്റു എണ്ണയൊന്നും ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് എരിഞ്ഞ സവാളയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ നമുക്ക് സവാളയൊന്ന് വഴറ്റി എടുക്കണം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെറിയുള്ളി ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു കളർ ആവുമ്പോൾ ഞാൻ കുറച്ച് സവാള എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഈ ബാക്കിയുള്ള സവാളയുടെയും എണ്ണയുടെയും മിക്സറിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ മാവില്ലേ, അത് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ, രണ്ടായിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പൊ ഈ സൈഡിലായിട്ടൊക്കെ നമ്മൾ മാവൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന സവാളയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, പക്ഷെ ഉള്ളു വെന്ത് കിട്ടില്ല. അപ്പൊ ഇപ്പൊ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ മറ്റേ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് സമയം കൂടെ ഞാൻ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ, വൈകുന്നേരം ചായയോടൊപ്പം ഇത് സെർവ് ചെയ്യാം. കൽത്തപ്പം ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്നാൽ ചിക്കൻ കറിയോ ഫിഷ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അപ്പൊ ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ റമദാനിലെ നോമ്പുതറ സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.